എൻജോയ് ചെയ്തു. ശരിക്കും നമുക്ക് കുറേ ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ട്, എല്ലാം നമുക്ക് എൻജോയ് ചെയ്തിരുന്നത് കാണാം. ഫെസ്റ്റിവൽ മൊമെന്റ് പോലെ ഇരുന്ന് കാണാം. ഇങ്ങനെയുള്ള പടം വന്നു കഴിഞ്ഞാൽ ചിലർക്കും രാഷ്ട്രീയം എന്താണെന്നും എന്താണ് സിനിമയെന്ന് മനസ്സിലാവും. ഇന്റർനാഷണൽ ടച്ച് ഉണ്ട് ഇതിന്. നല്ല മൂവിയാണ്. നന്നായി അഭിനയിച്ചിരുന്നു, നന്നായിരുന്നു. ഇപ്രാവശ്യത്തെ മൂവി നന്നായിരുന്നു, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പൃഥ്വിരാജിന് ഒന്നും പറയാനില്ല, കിഡ്ലോസ്കി ആയിരുന്നു. തീർച്ചയായിട്ടും നല്ല പടം, നന്നായിട്ടുണ്ട്, സ്ക്രീനൊക്കെ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. പിന്നെ രാജേട്ടൻ്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാൽ സൂപ്പർ. അതെ അതെ അതെ, മാസാണ്, മാസ് മൂവിയാണ്. തിരക്കുണ്ട്, കൊള്ളാം, നല്ല മൂവിയാണ്. ഒരു ഇന്റർനാഷണൽ ടച്ച് ഉണ്ട് ഇതിന്. നല്ല മൂവിയാണ്. നല്ല സിനിമയാണ്. ഇന്നലെ കുറെ നെഗറ്റീവ് റിവ്യൂ കേട്ട് ആ കൂടി വിഷമമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല എന്ന്. പക്ഷേ എനിക്കറിയില്ല ആൾക്കാർ എന്തിനാണ് നെഗറ്റീവ് പറയുന്നതെന്ന്. സൂപ്പർ പടമാണ്, വളരെ നല്ല പടമാണ്. എൻ്റെ വൈഫും മക്കളുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും പറയായിരുന്നു എന്താണ് ആൾക്കാർ ഫസ്റ്റ് ഹാഫ് ലാഗാന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നമ്മളിതുവരെ കാണാത്ത എക്സ്പീരിയൻസ് ആണ്. ഇനി ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. മലയാളത്തിൽ നമ്മളിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ആൾക്കാർ KGF-ഉം പുഷ്പയൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതൊരു സിനിമയാണോ? ഇതൊക്കെയല്ലേ സിനിമ. എന്തും ഭംഗിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഐ മീൻ ഹാറ്റ്സ് ഓഫ്. പൃഥ്വിരാജിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാം സിനിമ അലച്ചു കുടിച്ച് പഠിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ഐ മീൻ വളരെ പ്രതീക്ഷ കുറഞ്ഞ് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്. അടിപൊളിയാണ്. നല്ല സിനിമ, അടിപൊളി പടമാണ്. പടം സൂപ്പറാണ്. അത് ലാലേട്ടന്റെ എല്ലാ എൻട്രും പൊളിയാണ്, സൂപ്പറാണ്. നല്ല സിനിമയാണ്. അടിപൊളി, സൂപ്പർ. നല്ല കാണാൻ നല്ല വാച്ചബിൾ മൂവിയാണ്, എന്റർടൈനറാണ്. പഴയതിനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. മൂവിയായിട്ട് കാണുക. അങ്ങനെ സിനിമാറ്റോഗ്രഫി ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കമ്പാരിസൺ, സ്റ്റോറി കമ്പാരിസൺ ഒന്നും ചെയ്യരുത്. ഇതൊരു ഹോളിവുഡ് മൂവിയുടെ അപ്രോച്ചിലാണ് എടുത്തിട്ടുള്ളത്. ഉണ്ട്, ഞാൻ ലൈനുള്ള സ്റ്റഫ് ഉണ്ട്. മൂവി നന്നായിട്ടുണ്ട്, എടുത്തിട്ടുള്ളത് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇഷ്ടമായി, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു സിനിമ. മൊത്തം മേക്കിംഗ് രസമുണ്ട്. എന്താ പറയുക, എടുത്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ എല്ലാം രസമുണ്ട്. ഞാൻ ഇന്നലെ റിലീസായപ്പോൾ ഞാൻ പരമാവധി ഇതൊക്കെ ഒഴിവാക്കി. പക്ഷേ ഒന്ന് റിവ്യൂസ് അങ്ങനെ വലിയ മോശം റിവ്യൂസൊക്കെ വന്നു. പക്ഷേ ഞാൻ തറലി എൻജോയ് ചെയ്തു. ശരിക്കും നമുക്ക് കുറേ ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ട്, എല്ലാം നമുക്ക് എൻജോയ് ചെയ്തിരുന്നത് കാണാം. ഫെസ്റ്റിവൽ മൊമെന്റ് പോലെ ഇരുന്ന് കാണാം. കൺസെപ്റ്റ് ആദ്യമാണ്, പക്ഷേ കഥ ഒരു കഥ പറയാനുള്ളൂ. അപ്പോൾ കഥ പറയുമ്പം കഥ മുഴുവനായിട്ട് പറയണമെങ്കിൽ പ്രത്യേക രീതിയിൽ പറയണം, കുറച്ച് സമയമെടുത്ത് പറയും. അതൊരിക്കലും ലാഗല്ല, നമ്മളൊരു കഥ ആസ്വദിക്കണ്ടേ. അപ്പം കഥ പറയുമ്പം കഥ പകുതിക്ക് പറഞ്ഞാലും ശരിയാവില്ല, മുഴുവനായിട്ട് പറയണം. അപ്പം അതിൻ്റെ ഒരു രസത്തിൽ എടുക്കണ ഇത്ര സമയം എടുക്കും. അത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ കാരണം കഴിഞ്ഞത് സ്റ്റീഫൻ്റെ കഥയാണെങ്കിൽ ഇപ്പം അബ്രാം ഖുറേഷിയുടെ കഥയാണ്. അപ്പം വീണ്ടും കാത്തിരിക്കുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാൻ കാത്തിരിക്കുന്നു. അടിപൊളി പടം. ഈ കാണുന്ന റൂമറൊക്കെ വെറുതെയാ. സൂപ്പർ പടം, സൂപ്പർ പടം. നല്ല തിരക്കുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കാരണം ഇതിനകത്ത് മോഹൻലാലും മഞ്ജു വാര്യരും വേറെ ലെവലാണ്, പൃഥ്വിരാജും വേറെ ലെവൽ തന്നെ. ഞാൻ ആക്ച്വലി ഇത് സെക്കൻഡ് ഹാഫിൽ ഇതിന് നെഗറ്റീവായിട്ടിട്ട് വന്നതാണ്. പക്ഷേ നെഗറ്റീവായിട്ടൊന്നുമില്ല. 15 മിനിറ്റ് എന്നല്ല മോഹൻലാൽ, ശരിക്കും മോഹൻലാലുണ്ട്. അതാണ് പടത്തിന് നെഗറ്റീവ് വരുന്നത്. ചിലർ കൊള്ളേണ്ടവരുണ്ട്, അത് അവർക്ക് കൊള്ളുന്നുണ്ട്, അതിൻ്റെ നെഗറ്റീവാണ് വിഷയം. അത് കേരളത്തിൽ മനസ്സിലാവും ജനങ്ങൾക്ക്. അതായത് എവിടൊക്കെയോ കൊള്ളിച്ചൊരു സിനിമയാണ്. ആ കൊണ്ടവർ മാത്രമാണ് ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതർവൈസ് രാഷ്ട്രീയമായിട്ട് ചർച്ച വന്നു. നമുക്കറിയാലും BJP-യിലായാലും പലരും സിനിമയായിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ശരിക്കും സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട ചില കൊള്ളേണ്ട കുറേ വാക്കുകൾ, കുറേ കാര്യങ്ങളുണ്ട്. അത്രയാണ് എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊള്ളേണ്ടതാണ്. ചിലർക്ക് ഇപ്പോഴും മനസ്സിലാത്ത കുറേ കേരള ജനതകളുണ്ട്. അത് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ സംഭവം എന്നുള്ളത്. ഇങ്ങനെയുള്ള പടം വന്നു കഴിഞ്ഞാൽ ചിലർക്കും രാഷ്ട്രീയം എന്താണെന്നും എന്താണ് സിനിമയെന്ന് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അടിപൊളി ക്യാമറ വർക്ക്, അടിപൊളി, സൂപ്പർ. അതായത് നമ്മൾ കാണാത്ത വേൾഡ്, മറ്റേ എന്താ പറയുക, ഇൻ്റർനാഷണൽ ഫിലിമിലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നല്ല പടം, നന്നായിട്ടുണ്ടായിരുന്നു.
വെരി ഹാപ്പി. ഇല്ല വിളിച്ചില്ല, അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല. നല്ല അടിപൊളി സിനിമയാണ്. കുറേ രാജ്യങ്ങൾ കാണാൻ പറ്റി. സൂപ്പറാണ്. മോഹൻലാലിനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ടത്. വളരെ സൂപ്പർ. പൃഥ്വിരാജ് അടിപൊളി. തീർച്ചയായും. നല്ല വണ്ടർഫുൾ മേക്കിംഗ്, എക്സലൻറ്റ് മേക്കിംഗ്. നെഗറ്റീവൊക്കെ കുറച്ച് കമൻറ്റ് വരുന്നതൊക്കെ അതൊക്കെ അവരെന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. വളരെ ശ്രദ്ധയോടെയാണ് അതിൻ്റെ ഓരോ സീനും നോക്കിയത്. ഗംഭീരമായിട്ടുണ്ട് പടം. എക്സലൻ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് തേർഡ് ഭാഗം, മൂന്നാം ഭാഗം ഉണ്ടാകും. അത് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. ലൊക്കേഷൻ ഇപ്പോൾ പുള്ളി ഓരോ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങൾ, അവർ ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു UK ആ ഒരു ലൈൻ അവരൊരു 1 hour മൊത്തം ബ്ലോക്കാക്കി വെച്ച് ആ സീൻ പടത്തിൽ കാണാൻ നേരത്ത് 2-3 മിനിറ്റുള്ള ആ സീൻ. പക്ഷേ ആ ഒരു പെർഫെക്ഷന് വേണ്ടി പുള്ളി അത് ചെയ്തത്, ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു എഫേർട്ട് ഐ ഹൈലി അപ്രീഷിയേറ്റ്.